നമ്മൾ എക്സസൈസ് 4.3 ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ദ സം ഓഫ് ദ റെസിപ്രോക്കൽസ് ഓഫ് റഹ്മാൻസ് age 3 years ago and 5 years from now is 1/3. Find his present age. അപ്പോൾ ഇവിടെ let the present age be x ആയിട്ട് എടുക്കുക. അപ്പോൾ അതിൽ റെസിപ്രോക്കൽസ് എന്ന് പറയുന്നത്, അപ്പോൾ ആദ്യം 3 years ago ആവുമ്പോൾ വയസ്സ് എന്ന് പറയുന്നത് x - 3 ആവും. അതുപോലെ 5 years from now എന്ന് പറയുമ്പോൾ x + 5 ആവും. അപ്പോൾ ഇതിൻ്റെ റെസിപ്രോക്കൽസിൻ്റെ സമ്മ് 1/x - 3 1/x + 5 = 1/3 എന്നാണ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കണ്ടുപിടിക്കും. അപ്പോൾ ആദ്യം എൽസിയം x - 3 × x + 5 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ x + 5 + x - 3 = 1/3. ഇനി ഇതിൽ ഇപ്പോൾ x + x 2x 5 - 3 എന്ന് പറയുമ്പോൾ +2 2x + 2 ഡിവൈഡ് ബൈ ഇതിന് രണ്ടിനെ നമുക്ക് x² + -3 + 5 × x + -3 × 5 ഒന്നുമില്ല ഐഡൻറ്റിറ്റി ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഓരോന്നായിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതുക = 1/3. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2x + 2 ഡിവൈഡ് ബൈ x² + 2x - 15 = 1/3. ഇനി 3 ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുക. 3 ക്രോസ് ചെയ്യുന്ന സമയത്ത് 6x + 6 = x² + 2x - 15 വരും. ഇനി x² + 2x - 15 ഈ 6x ഇപ്പുറത്തേക്ക് പോകുമ്പോൾ -6x - 6 = 0. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ x² 2x - 6x എന്ന് പറയുന്നത് -4x -4x - 21 = 0. x² -4x - 21 = 0 കിട്ടി. ഇനി ഇതിനെ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട് സോൾവ് ചെയ്യാം. അതായത് -b ± √b² - 4ac/2a. അപ്പോൾ ഇങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. അതായത് നമ്മുടെ ഇക്വേഷൻ b² - 4ac/2a നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുല. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം b² - 4ac കണ്ടുപിടിക്കാം. b² - 4ac = b എന്ന് പറയുന്നത് -4 ആണ്. അപ്പോൾ -4² - 4 × a എന്ന് പറയുന്നത് 1 c - 21. അപ്പോൾ 16 + 20 - പ്ലസ് ആയി 21 × 4 എന്ന് പറയുന്നത് 84 + 16 100. ഇനി ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ -4 ± √100 ഡിവൈഡ് ബൈ 2 × a പറയുന്നത് 1. അപ്പോൾ 2 × 1. അപ്പോൾ -(- എന്ന് പറയുന്നത് +4 ആയി 100ന്റെ റൂട്ട് 10 ഡിവൈഡ് ബൈ 2. അപ്പോൾ 2 റൂട്ട്സ് കിട്ടും നമുക്ക് 4 + 10/2. അപ്പോൾ 14/2 എന്ന് പറയുമ്പോൾ 7 കിട്ടി. 4 - 10/2. അപ്പോൾ ഇത് നെഗറ്റീവിലാണ് വരിക. എന്തായാലും നമ്മൾ ഏജ് ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നെഗറ്റീവിലുള്ള എടുക്കാൻ പറ്റൂല. അപ്പോൾ പ്രസന്റ് ഏജ് എന്ന് പറയുന്നത് 7. അപ്പോൾ പ്രസന്റ് ഏജ് = 7. ഇതുപോലെ ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ. In a class test, അടുത്ത ക്വസ്റ്റ്യൻ. In a class test, the sum of Shafali's marks in mathematics and English is 30. Had she got 2 marks more in mathematics and 3 marks less in English, the product of their marks would have been 210. Find her marks in 2 subjects. അപ്പോൾ ഷെഫാലിസ് മാർക്സ് ഇൻ മാത്തമാറ്റിക്സ് ആൻഡ് ഇംഗ്ലീഷ് രണ്ടിനും കൂടിയിട്ടുള്ള മാർക്കാണ്.
മാത്തമാറ്റിക്സിന് ഇംഗ്ലീഷിനും കൂടി 30 മാർക്ക്. അപ്പോൾ ഇവിടെ ലെറ്റ് ദ മാത്തമാറ്റിക്സ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുക. മാത്തമാറ്റിക്സിൽ എക്സ് ആണെങ്കിൽ മാത്തമാറ്റിക്സ് എക്സ് ആണെങ്കിൽ ഇംഗ്ലീഷിൻ്റെ എന്തായിരിക്കും? എക്സ് പ്ലസ് ഇംഗ്ലീഷ് ഈക്വൽ ടു 30. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 30 മൈനസ് എക്സ് വരും. അതായത് മാത്സിന് എക്സ് ആയിട്ട് എടുക്കുകയാണ് നമ്മൾ. ലെറ്റ് ദ മാർക്സ് ഇൻ മാത്തമാറ്റിക്സ് ബി എക്സ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ മാർക്ക് എന്ന് പറയുന്നത് 30 മൈനസ് എക്സ്. ഇനി അടുത്തത് അതിൻ്റെ കണ്ടീഷൻ നോക്കുക. ഹാഡ് ഷീ ഗോട്ട് 2 മാർക്സ് മോർ ഇൻ മാത്തമാറ്റിക്സ്, അതായത് മാത്തമാറ്റിക്സിൽ 2 മാർക്സ് മോർ, എക്സ് പ്ലസ് 2 ആയി. ആൻഡ് 3 മാർക്സ് ലെസ് ഇൻ ഇംഗ്ലീഷ്, ഇംഗ്ലീഷിൽ 3 മാർക്സ് ലെസ് ആണ് ആണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും പ്രോഡക്റ്റ് 210 ആണ്. അതായത് മാത്സിന് 2 മാർക്ക് കൂടുതലും ഇംഗ്ലീഷിന് 3 മാർക്ക് കുറവുമാണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും കൂടി പ്രോഡക്റ്റ് കിട്ടുന്നത് 210 ആണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? എക്സ് പ്ലസ് 2 ഇൻറ്റു 27 മൈനസ് എക്സ് ഈക്വൽ ടു 210. ഇനി ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 27 ഇൻറ്റു എക്സ് 27x മൈനസ് എക്സ് സ്ക്വയർ plus 54 minus 2x minus 210 equal to 0. അപ്പോൾ ഇത് നമുക്ക് മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 27x മൈനസ് 2x പ്ലസ് 25x പ്ലസ് 54 210 156 മൈനസ് 156 ഈക്വൽ ടു 0. അപ്പോൾ ഇതിനെ നമ്മൾ മാറ്റി ചെയ്ത സൈന് എക്സ് സ്ക്വയർ മൈനസ് 25x പ്ലസ് 156 ഈക്വൽ ടു 0. ഇനി ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട് ഇതിനെ സോൾവ് ചെയ്യാം. അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac ആദ്യം കണ്ടുപിടിക്കുക. ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു ഇപ്പോൾ എന്ത് വരും? മൈനസ് 25 ഹോൾ സ്ക്വയർ. ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു എ എന്ന് പറയുന്ന 1, സി 156. അപ്പോൾ 25 ഇൻറ്റു 25 625 മൈനസ് 156 ഇൻറ്റു 4 624. അപ്പോൾ ഇത് നമുക്ക് 1 ആണ് കിട്ടുന്നത്. ഇനി ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അപ്പോൾ ഇവിടെ മൈനസ് ഓഫ് മൈനസ് 25 പ്ലസ് ഓർ മൈനസ് ബി സ്ക്വയർ മൈനസ് 4ac നമുക്ക് 1 ആണ് കിട്ടിയിട്ടുള്ളത്. ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 1. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് 25 പ്ലസ് ഓർ മൈനസ് 1/2. അപ്പോൾ രണ്ട് റൂട്ട്സ് 25 പ്ലസ് 1/2 25 മൈനസ് 1/2. അപ്പോൾ ആദ്യത്തത് 25 പ്ലസ് 1/2 എന്ന് പറയുമ്പോൾ നമുക്ക് 26/2. 26/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 30. അതുപോലെ 24/2 ആണ് അടുത്ത റൂട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ 12. അപ്പോൾ ഒരു ഇതിന് 13ഉം അപ്പം മാത്സിന് 13 ആണെങ്കിൽ ഇംഗ്ലീഷിന് എന്ന് പറയുന്നത് 30 മൈനസ് 13 70. അപ്പോൾ അങ്ങനെ എടുത്തെഴുതണം. അതായത് നമ്മൾ 2 മാർക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പം മാത്സിന് അതായത് ആദ്യം എക്സ് 13 ആണ് എടുക്കുന്നതെങ്കിൽ എക്സ് എന്ന് പറയുന്നത് എന്തിൻ്റെയാണ്? മാത്സിൻ്റെ മാർക്ക്. അപ്പം മാത്സിന് 13 ആണെങ്കിൽ ഇംഗ്ലീഷിന് 17 ആയിരിക്കും. അതുപോലെ മാത്സിന് 12 ആണെങ്കിൽ ഇംഗ്ലീഷിന് 13 12 മൈനസ് ചെയ്ത് നോക്കുക. അപ്പം 18. അപ്പം അങ്ങനെ എടുത്തെഴുതണം. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്തത് diagonal of a rectangle field is അടുത്ത ക്വസ്റ്റ്യൻ diagonal of a rectangle field is 60 meters more than the shorter side. If the longer side is 30 meters more than the shorter side, find the sides of the field.
അപ്പോൾ ഇവിടെ ഒരു റെക്റ്റാങ്കുലർ ഫീൽഡാണ്. The diagonal of a rectangle field is 60 meter longer than short. അപ്പോൾ നമ്മളിവിടെ ഷോർട്ടർ സൈഡാണ് എക്സ് ആയിട്ട് എടുക്കേണ്ടത്. ലെറ്റ് ദ ഏതിനെയാണോ കമ്പയർ ചെയ്യുന്നത് അത് എഴുതുക. ലെറ്റ് ദ ഷോർട്ടർ സൈഡ് ബി എക്സ്. ഷോർട്ടർ സൈഡ് എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഡയഗണൽ എന്ന് പറയുന്നത് 60. ഡയഗണൽ ഓഫ് എ റെക്റ്റാങ്കിൾ ഫീൽഡ് 60 മീറ്റർ മോർ ദാൻ ദ ഷോർട്ടർ സൈഡ്. ഷോർട്ടർ സൈഡിനേക്കാൾ 60 മീറ്റർ കൂടുതലാണ്. അപ്പോൾ ഡയഗണൽ എന്ന് പറയുന്നത് 60 പ്ലസ് എക്സ് ആയി. അതുപോലെ ഇഫ് ദ ലോങ്ങർ സൈഡ് ഈസ് 30 മീറ്റേഴ്സ് മോർ ദാൻ ദ ഷോർട്ടർ സൈഡ്. ഷോർട്ടർ സൈഡിനേക്കാളും 30 മീറ്റർ മോറാണ്. അപ്പോൾ ഇത് ലോങ്ങർ സൈഡ്, ഇത് ഷോർട്ടർ സൈഡ്, ഇത് ഡയഗണൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി ഇതിൽ ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് ദ ഫീൽഡ്. സൈഡ്സ് കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെയാണ്, അതായത് ഹൈപ്പോട്ടനസ് സൈഡ് ഇസ് ഈക്വൽ ടു ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. ഇതൊരു റെക്റ്റാങ്കിൾ ആയതുകൊണ്ട് 90 ഡിഗ്രി റൈറ്റ് ആംഗിൾ പോലെ ആയില്ല. അപ്പോൾ ഹൈപ്പോട്ടനസ് സ്ക്വയർ ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ബേസ് സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. അപ്പോൾ എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ 60 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു 30 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. അപ്പോൾ ഇതിൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ. അപ്പോൾ 60 പ്ലസ് എക്സ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 3600 പ്ലസ് 2ab. അപ്പോൾ 120 എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 900 പ്ലസ് 60 എക്സ് പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് സ്ക്വയർ. ഇങ്ങനെയാണ് ഉള്ളത്. ഇതിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതി. അപ്പോൾ ഇതിൽ എക്സ് സ്ക്വയർ പ്ലസ് 120 എക്സ് പ്ലസ് 3600 മൈനസ് 900 മൈനസ് 60 എക്സ് മൈനസ് 2x സ്ക്വയർ ഈക്വൽ ടു 0. അപ്പോൾ ഇത് 2x സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ പ്ലസ് 60x 3600 900 മൈനസ് ചെയ്യാം 2700 ഈക്വൽ ടു 0. ഇനി ഇതിന് നമുക്കിവിടെ നെഗറ്റീവ് വന്നതുകൊണ്ട് സൈൻ മാറ്റി ചെയ്യുക. എക്സ് സ്ക്വയർ മൈനസ് 60x മൈനസ് 2700 ഈക്വൽ ടു 0. ഇനി ഇതിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട് സോൾവ് ചെയ്യുക. അതായത് ബി സ്ക്വയർ മൈനസ് 4ac ആദ്യം കണ്ടുപിടിക്കാം. ഈക്വൽ ടു ഇവിടെ മൈനസ് 60 ഹോൾ സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ എന്ന് പറയുന്നത് ഇവിടെ 1 മൈനസ് 2700. അപ്പോൾ ഇവിടെ 3600 പ്ലസ് രണ്ടും കൂടി ആഡ് ചെയ്യാം. 3600 പ്ലസ് അപ്പോൾ നമുക്ക് കിട്ടുന്നത് 14,400. ബി സ്ക്വയർ മൈനസ് 4ac ഇത്രയും കിട്ടി. ഇതിന് ശേഷം ഇനി ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ഡിവൈഡ് ബൈ 2. അപ്പോൾ ഇവിടെ മൈനസ് ഓഫ് മൈനസ് 60 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 14,400 ഡിവൈഡ് ബൈ 2 ഇൻറ്റു എ എന്ന് പറയുന്നത് 1. അപ്പോൾ 60 പ്ലസ് ഓർ മൈനസ് ഇത് 120. ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. 12 ഇൻറ്റു 12 144 പിന്നെ ഒരു 0 ഡിവൈഡ് ബൈ 2. അപ്പോൾ നമ്മുടെ റൂട്ട്സ് എന്ന് പറയുന്നത് 60 പ്ലസ് 120 ഡിവൈഡ് ബൈ 2. മറ്റേത് നെഗറ്റീവാണ് വരിക. 60 മൈനസ് 120 ഡിവൈഡ് ബൈ 2. അപ്പം സൈഡ്സ് ആയതുകൊണ്ട് നെഗറ്റീവ് വരില്ല. ആ വാല്യൂ എടുക്കണ്ട, ഇതെടുത്താൽ മതി. 180 ഡിവൈഡ് ബൈ
2. 180 ഡിവൈഡ് ബൈ 2 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 90. എക്സ് എന്ന് പറയുന്നത് 90 ആണ് കിട്ടുന്നത്. എക്സ് 90 കിട്ടിക്കഴിഞ്ഞാൽ ഷോർട്ടർ സൈഡ്, ഇപ്പോൾ ഷോർട്ടർ സൈഡ് ഈക്വൽ ടു 90. ലോങ്ങർ സൈഡ് എന്ന് പറയുന്നത് 30 പ്ലസ് എക്സ് ആണ്. ലോങ്ങർ സൈഡ് ഈക്വൽ ടു 30 പ്ലസ് എക്സ് എന്ന് പറയുന്നത് 90. അപ്പോൾ 30 പ്ലസ് 90 120. നമ്മളോട് സൈഡ്സ് ആണ് കണ്ടുപിടിക്കാൻ പറ്റുള്ളത്. ഷോർട്ടർ സൈഡ് 90യും ലോങ്ങർ സൈഡ് 120യും. അപ്പോൾ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ അടുത്തത് 7th question. The difference of squares of two numbers is 180. The square of the smaller number is 8 times the larger number. Find the two numbers. അപ്പോൾ ഡിഫറൻസ് ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ടു നമ്പർ, രണ്ട് നമ്പറിൻ്റെ സ്ക്വയറിൻ്റെ ഡിഫറൻസ് ആണ് 180. അതായത് ഇപ്പോൾ എക്സ് സ്ക്വയർ മൈനസ് വൈ ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ അത് 180 തന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ സ്മോളർ നമ്പർ, ഇത് ലാർജർ നമ്പറിൻ്റെ സ്ക്വയർ. സ്മോളർ നമ്പറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ഇവിടെ സ്ക്വയർ ഓഫ് സ്മോളർ നമ്പർ ഈസ് 8 ടൈംസ് ദ ലാർജർ നമ്പർ. അപ്പോൾ സ്ക്വയർ ഓഫ് സ്മോളർ നമ്പറിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് സ്ക്വയർ ഓഫ് സ്മോളർ നമ്പർ ഈക്വൽ ടു 8 ടൈംസ് ലാർജർ നമ്പർ. 8 ലാർജർ നമ്പർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലെറ്റ് ദ ലാർജർ നമ്പർ ബി, നമ്മൾ എന്തായിട്ട് എടുക്കുക? എക്സ് ആയിട്ട് എടുക്കുക. ലെറ്റ് ദ ലാർജർ നമ്പർ ബി എക്സ്. അപ്പോൾ സ്ക്വയർ ഓഫ് സ്മോളർ നമ്പർ 8 ടൈംസ് ലാർജർ നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8x. ഇനി ഇതിന്റെ രണ്ടിന്റെയും സ്ക്വയറിന്റെ ഡിഫറൻസ് ആണ് എത്ര? 180. അപ്പോൾ ഇത് സ്മോളർ നമ്പറിന്റെ സ്ക്വയർ ആണ് 8x. ലാർജർ നമ്പറിന്റെ സ്ക്വയർ എത്രയായിരിക്കും? എക്സ് സ്ക്വയർ മൈനസ് 8x ഈക്വൽ ടു 180. ഇതിനെ സ്ക്വയർ ചെയ്യാൻ പാടില്ല, കാരണം ഇത് സ്ക്വയർ ഓഫ് സ്മോളർ നമ്പർ തന്നെയാണ് തന്നിട്ടുള്ളത്. സ്ക്വയർ ഓഫ് സ്മോളർ നമ്പർ 8 ടൈംസ് ലാർജർ നമ്പർ ആണ്. അപ്പോൾ സ്ക്വയർ ഓഫ് സ്മോളർ നമ്പർ 8x ആണ്. ലാർജർ നമ്പറിന്റെ സ്ക്വയർ മൈനസ് സ്മോളർ നമ്പറിന്റെ സ്ക്വയർ എന്നാണ് 180 തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ കിട്ടി. എക്സ് സ്ക്വയർ മൈനസ് 8x മൈനസ് 180 ഈക്വൽ ടു 0. ഇനി ഇതിൽ നമ്മൾ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട് സോൾവ് ചെയ്യും. ബി സ്ക്വയർ മൈനസ് 4ac കണ്ടുപിടിക്കുക. മൈനസ് 8 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു എ ഇൻറ്റു സി എന്ന് പറയുന്നത് മൈനസ് 180. അപ്പോൾ 64 പ്ലസ് 18 ഇൻറ്റു 4 72 720. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 784. ബി സ്ക്വയർ മൈനസ് 4ac എന്ന് പറയുന്നത് 784 കിട്ടി. 784 കിട്ടിയാൽ ഇപ്പോൾ 784 കിട്ടി. അതിന് ശേഷം നമുക്ക് ഫോർമുലയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മൈനസ് ഓഫ് മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് 784 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1. ഇപ്പോൾ 784 നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. അപ്പോൾ ലോങ് ഡിവിഷനിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ലോങ് ഡിവിഷനിൽ ചെയ്യുമ്പോൾ ഇവിടെ 2 ഇൻറ്റു 2 4 384. 384 എന്ന് പറയുന്നത് ഇവിടെ 4 ആയി. അപ്പോൾ 4 ഇവിടെ എഴുതുന്ന നമ്പർ തന്നെ നമുക്ക് ഇവിടെ എഴുതണം. അപ്പോൾ 48 ഇൻറ്റു 8 ചെയ്ത് നോക്കാം. 4ൽ അവസാനിക്കുന്നത് കൊണ്ട് 48 ഇൻറ്റു 8 എന്ന് പറയുമ്പോൾ 6 384 വന്നു. അപ്പോൾ ഇവിടെ 8 ഇവിടെ 8 സി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 8 പ്ലസ് ഓർ മൈനസ് 28/2. അപ്പോൾ നമ്മളെ റൂട്ട്സ് 8 പ്ലസ് 28/2 36/2. 36/2 എന്ന് പറയുമ്പോൾ 80. അപ്പോൾ 80 എന്ന് പറയുന്നത് നമ്മൾ ലെറ്റ് ദ ലാർജർ നമ്പറാണ്. എക്സ് എടുത്തില്ല, മറ്റേ നമ്പർ നെഗറ്റീവിലാന്ന് വരിക, അപ്പോൾ അത് എടുക്കുന്നില്ല. അപ്പോൾ ദർഫോർ ലാർജർ നമ്പർ ഈക്വൽ ടു എത്ര കിട്ടി? 80. ലാർജർ നമ്പർ 18 കിട്ടിയ സ്മോളർ നമ്പർ എന്ന് പറയുന്നത് സ്മോളർ നമ്പർ ഈക്വൽ ടു ഇത് സ്ക്വയർ ആണ്. 8 ഇൻറ്റു 18 ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കണം. 18 എന്ന് പറയുന്നത് 144. അപ്പോൾ റൂട്ട് 144. റൂട്ട് 144 എന്ന് പറഞ്ഞാൽ 12. സ്മോളർ നമ്പർ 12ഉം ലാർജർ നമ്പർ 18ഉമാണ് കിട്ടുന്നത്. ഇത് നമ്മുടെ സ്ക്വയർ ഓഫ് സ്മോളർ നമ്പറാണ് 8x. ഇതിൽ എക്സിൻ്റെ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ 144 കിട്ടി. ഇത് സ്ക്വയറാണ്. അപ്പോൾ അതിന്
സ്മോളർ നമ്പർ എന്ന് പറയുന്നത് അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുക. അപ്പോൾ അത് 12. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക.